Hi students, welcome back. I am JM Soni. ഇവരുന്ന പ്ലസ് 1 ഫിസിക്സ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേ വേരീസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത്. ജിയുടെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, അത് വേരി ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് പോകുന്തോറും വേരി ചെയ്യും, താഴേക്ക് പോകുന്തോറും ഡെപ്തിലേക്ക്, എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും അത് വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ഏത് ക്വാണ്ടിറ്റി ആയിട്ടാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എഴുതാനായിട്ട് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, റേഡിയസ് ക്യാപിറ്റൽ ആർ. അതിന്റെ സർഫസിൽ നമ്മളൊരു പോയിന്റ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പോയിന്റ് ഒബ്ജക്റ്റ്. അതിന്റെ മാസ് സ്മോൾ എം. അപ്പോ എർത്തും ഈ സ്മോൾ എം മാസും തമ്മിലൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം. ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ റേഡിയസ് ആർ, ആർ സ്ക്വയർ. Okay, so force F is equal to G into capital M small m divided by R square. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. ആ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുക? താഴേക്ക്, mg അല്ലെ? വെയിറ്റ് ഓഫ് ദ ബോഡി. ഈ എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഈ ബോഡിയിൽ എർത്ത് ഒരു ഗ്രാവിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വെയിറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? താഴേക്ക്. അപ്പോ force due to gravity that is equal to mg. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോ mg ഈക്വൽ ടു g ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. രണ്ട് സൈഡിലും സ്മോൾ എം ഉണ്ട്, ക്യാൻസൽ ചെയ്തു. അപ്പൊ g is equal to gm divided by r square. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് സ്മോൾ ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി. അപ്പോ നമുക്ക് പറയാം ഈ ബോഡിയുടെ മാസിനെ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ഡെപ്തിൽ നിന്ന് അല്ലെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് എർത്തിന്റെ സർഫസ് വരെ വരുമ്പോഴുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ്? അതിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്നു? സർഫസിൽ നിന്ന് ഹൈറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻസ് നമുക്കറിയാം അല്ലെ? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ ആണ് ആദ്യത്തെ ഇക്വേഷൻ. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ഡെപ്തിലേക്ക് വരുമ്പോ ഏത് വരും? ഡെപ്തിലേക്ക് വരുമ്പോ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം. ജി ഡാഷ് നമ്മൾ ഇവിടെ എടുത്തു അലോങ് ദ വൈ ആക്സിസ്. സെന്റർ ഒറിജിൻ എടുത്തു.
ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് എക്സ് ആക്സിസ്. അപ്പൊ ഇനി നോക്കിക്കേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെന്ററിൽ എങ്ങനെയാണ്? ഓക്കെ, സെന്റർ എന്ന് പറയുമ്പോ നോക്കാം, ഇതാണ് റേഡിയസ്. ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഈ ഒബ്ജക്റ്റ് സെന്ററിലാണെങ്കിൽ, അല്ലെ, ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പൊ സെന്ററിൽ ഇരിക്കുകയാണ്, ഇപ്പൊ ഇവിടെ ഇല്ല. ഈ ഒബ്ജക്റ്റ് സെന്ററിലാണെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു, ഡി വാല്യൂ എത്ര വരും? ഡി ഇസ് ഈക്വൽ ടു ആർ. ഡിയും ആറും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ആറ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർ ബൈ ആർ. ആർ ബൈ ആർ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോയി. 1 മൈനസ് 1 എന്ന് വരും. 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ എത്രയാണ്? 0. അപ്പൊ നമുക്കത് ഒറിജിനിൽ വെക്കാം. ഓക്കെ, അപ്പൊ സെന്ററില് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 0 ആണ്. ഇനി നമ്മൾ ഇവിടുന്ന് ഹൈറ്റ്, ഇവിടുന്ന് ഇത് കുറച്ചും കൂടെ മേളിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോ ഡെപ്ത് എന്ത് ചെയ്തു? ഈ ഡി വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു, അല്ലെ? ഡി വാല്യൂ ആദ്യം 6 ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ബോഡിയെ മേളിലേക്ക് ഇവിടെയാക്കി. അപ്പൊ ഡി വാല്യൂ എന്ത് ചെയ്തു? കുറഞ്ഞു. വീണ്ടും മേളിലേക്ക് കയറ്റി. മേളിലേക്ക് കയറ്റുമ്പോൾ വീണ്ടും ഡി വാല്യൂ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഡി വാല്യൂ കുറഞ്ഞു. ഡി വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടേം നോക്കിക്കേ, ഈ ടേം മൊത്തത്തിൽ എന്തായി മാറും? ഈ ടേം കുറയും. ഈ ടേം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ജി ഡാഷിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ നമുക്ക് പറയാം, സെന്ററിൽ നിന്ന് മേളിലേക്ക് വരുംതോറും ജിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൂടി വരും. ഓക്കെ, അപ്പൊ ജി വാല്യൂ സെന്ററിൽ നിന്ന് സർഫസിലേക്ക് വരുമ്പോ കൂടും. ഓക്കെ, ഇനി സർഫസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങോട്ട് വരിക? എച്ച് കൂടാണ്. എച്ച് കൂടുമ്പോ ഡിനോമിനേറ്റർ കൂടാണ്. ഡിനോമിനേറ്റർ കൂടുന്തോറും ജി ഡാഷ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജി ഡാഷിന്റെ വാല്യൂ കുറയുകയാണ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് റിലേഷൻ ആണ്, ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയാം. ജി ഡാഷിന്റെ വാല്യൂ ഇത് സർഫസ് ആണ്. സർഫസിൽ എത്രയായിരിക്കും? സർഫസില് ജി മാക്സിമം. അത് കഴിഞ്ഞാൽ ജി വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു 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 പോകും. ഓക്കെ, at what height h will the acceleration due to gravity be half of that of the surface of the earth? എർത്തിന്റെ സർഫസിലെ ഗ്രാവിറ്റി ജി ആണ്. അപ്പൊ അതിന്റെ പകുതി ആവണമെങ്കിൽ, എന്ന് വെച്ചാൽ g/2 ആവണമെങ്കിൽ എത്ര ഹൈറ്റ് മേളിലേക്ക് പോകണം? ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. ഹൈറ്റിന്റെ ഇക്വേഷൻ എത്രയാണ്? ഡെപ്തിലെ ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഹൈറ്റിലെ ഇക്വേഷൻ, എച്ച് ഹൈറ്റ് മേളിലാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതാണ്. ഓക്കെ, ഒരു ഇക്വേഷനും കൂടി ഉണ്ട് ഹൈറ്റില്. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഈ രണ്ട് ഇക്വേഷനും ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് ഏതാ നമുക്ക് യൂസ് ചെയ്യേണ്ടത്? അതെങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഈ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈറ്റ് കമ്പയറബിൾ ആയിരിക്കുമ്പോഴാണ്. ആറിന്റെയും എച്ചിന്റെയും വാല്യൂസ് ഏകദേശം കമ്പയറബിൾ ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് റേഡിയസ് ഓഫ് ദ എർത്തുമായിട്ട് എന്ത് ചെയ്യണം? ഏകദേശം അടുത്ത് വരണം, അല്ലെങ്കിൽ ഏകദേശം കമ്പയറബിൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തോന്നാം, അല്ലെ? ഒരു എച്ച് എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒരു 100 കിലോമീറ്ററിനൊക്കെ മേളിലാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല, ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ, അല്ലെ, എച്ച് വളരെ ചെറുതാണ് കമ്പയർഡ് ടു ആർ. ഓക്കെ, 32 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്തുവരും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു
g into 1 minus 2h by r യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഹൈറ്റ് വളരെ വലുതാണെങ്കിൽ ഇത് ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്യും. അപ്പോ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനില് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പകുതിയായി. അപ്പൊ പകുതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എത്ര പോണം അല്ലെ? നല്ല ഹൈറ്റ് മേളിലേക്ക് പോയി കഴിഞ്ഞാലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പകുതിയാവുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഹൈറ്റ് നല്ലോണം ഉണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പകുതിയായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജി ഡാഷിനും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എടുത്തെഴുതി ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ജി ഡാഷിന് പകരം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതാണ്? ജി ബൈ ടു. അപ്പൊ ജി ബൈ ടു ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിലും ജി ഉണ്ട്, ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്കൊന്ന് എടുത്തെഴുതിയാൽ 1/2 ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എങ്ങനെ സോൾവ് ചെയ്യാം? ക്രോസ് ചെയ്ത് എടുക്കാം. അപ്പോ ആർ പ്ലസ് എസ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2r സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. എക്സ്പാൻഡ് ചെയ്ത് പോയാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയി മാറും. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് സ്ക്വയർ റൂട്ട് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കാന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയേഴ്സ് അങ്ങ് കളയാം, റൂട്ട് എടുക്കാം. അപ്പൊ റൂട്ട് എടുക്കുമ്പോ എന്താ വരിക? ആർ പ്ലസ് എച്ച് ഈക്വൽ ടു √2r എന്ന് വരും. ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എത്ര വന്നു? √2r. അപ്പൊ നമുക്ക് എഴുതാം ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു √2r. അവിടെ നിന്ന് എച്ച് ഇസ് ഈക്വൽ ടു √2r മൈനസ് r. എത്രയായിട്ട് വരും? ആർ കോമൺ ആണ് രണ്ട് ടേമിലും, ആർ പുറത്തേക്ക് എടുത്തു. √2 മൈനസ് 1. അപ്പൊ ഏത് ഹൈറ്റിലാണ്? എച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു √2 മൈനസ് 1ലാണ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ബൈ 2 ആയി മാറുക. ഓക്കെ, ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ജി ഈസ് മാക്സിമം അറ്റ് ജിയുടെ വാല്യൂ മാക്സിമം എവിടെയാണ്? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ജി വാല്യൂ ഈക്വൽ ടു 0 അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്തില് ജി വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0. ഇനി ജി വാല്യൂ മാക്സിമം എവിടെയാണ്? മാക്സിമം ജി മാക്സിമം എവിടെയായിട്ടാ വരിക? പോളാർ റീജിയൻ. ഇനി ജി വാല്യൂ മിനിമം, ഇതൊക്കെ ഓർത്തിരുന്നോളൂ. ജി വാല്യൂ മിനിമം എവിടെയാണ്? ഇക്വേറ്റർ. ഇനി ഹൈറ്റ് കൂടുന്തോറും ജി വാല്യൂ എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേളിലേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞു വരും. ജി വാല്യൂ കുറയും. ഡെപ്ത് കൂടുന്തോറും, എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഡെപ്ത് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞ് അതെന്ത് വരും? സെന്ററിൽ എത്തുമ്പോൾ എന്തായി മാറും? 0 ആയി മാറും. അപ്പൊ ഡെപ്ത് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് റൊട്ടേഷണൽ സ്പീഡ്, എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ എങ്ങനെ ആണ് സ്വാധീനിക്കുക? ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, റൊട്ടേഷണൽ സ്പീഡ് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിന്റെ ഇക്വേറ്റർ റീജിയൻ
ഇത് പോളാർ റീജിയൻ. ഓക്കെ, അപ്പൊ നമ്മളിത് എർത്തിനെ 4 ക്വാഡ്രന്റ് ആക്കി. ഒരാളുടെ മോഷൻ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ആംഗിൾ നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇക്വേറ്ററിലായിരിക്കുമ്പോ തീറ്റ എത്രയായിട്ട് എടുക്കും? ഇക്വേറ്ററിലെ ആംഗിൾ എത്രയായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കാം. അറ്റ് ദി ഇക്വേറ്റർ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പൊ തീറ്റ 0 ആയിരിക്കുമ്പോ ഇക്വേഷൻ കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അപ്പൊ ജി ഡാഷ് എന്തായിട്ട് വരും? ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂട്ടിയാൽ ഒമേഗ കൂടുമല്ലേ? വെലോസിറ്റി ടേം അല്ലെ, ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പൊ ഒമേഗ കൂടും. ഒമേഗ കൂടുമ്പോ ഈ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഈ വാല്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജി ഡാഷിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ എർത്തിന്റെ റൊട്ടേഷൻ ജി വാല്യൂയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി ഇക്വേറ്റർ അത് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരും. ഓക്കെ, അറ്റ് ദ ഇക്വേറ്റർ ഒമേഗ കൂടിയാൽ ജി ഡാഷ് എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരികയാണ്. എവിടെയാണെങ്കിൽ ഇക്വേറ്ററില്. ഇനി പോളാർ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ പോളാർ റീജിയൻ വരുമ്പോഴത്തേക്ക് എന്ത് വരും? ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്കും ആംഗിൾ എത്രയാണ്? 90. അപ്പൊ കോസ് 90 എത്ര വരും? കോസ് 90 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ടേം മൊത്തം എന്തായി പോക്കോളും? 0 ആയി പോകും. അപ്പൊ ജി ഡാഷ് ഇസ് ഈക്വൽ ടു എത്ര വരും? ജി. അപ്പൊ അറ്റ് ദ പോളാർ റീജിയനില് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ആണ്. അവിടെ ഒമേഗയുടെ ഡിപ്പെൻഡൻസി ഉണ്ടോ? ഒമേഗ അവിടെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അറ്റ് ദ പോൾ ജി ഡാഷ് എന്ത് ചെയ്യുന്നില്ല? എർത്തിന്റെ റൊട്ടേഷണൽ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് ചോദിക്കാറുണ്ട്. When the rotational speed of the earth increases, what will happen to the acceleration due to gravity? Acceleration due to gravity ക്ക് എന്ത് സംഭവിക്കാം? Equator region acceleration due to gravity decreases. Polar region acceleration due to gravity remains constant. Nothing will happen. Okay, അപ്പോൾ അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് പറയാം മാക്സിമം എവിടെയാണ്, അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം എവിടെയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ റാറ്റ് ആൻഡ് എ ഹോഴ്സ് ആർ ടു ബി പ്രൊജക്റ്റഡ് ഫ്രം ദ എർത്ത് ഇൻ ടു സ്പേസ്. സ്റ്റേറ്റ് വെദർ ദ വെലോസിറ്റി സെയിം ഓർ ഡിഫറെന്റ് ഇൻ പ്രൊജക്ടിങ് ഈച്ച് അനിമൽ. ഒരു റാറ്റിനെയും ഒരു ഹോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തു? സ്പേസിലേക്ക് പ്രൊജക്ട് ചെയ്തു. രണ്ടിനും ഒരേ വെലോസിറ്റിയിലാണോ പ്രൊജക്ട് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ നിന്ന് റാറ്റിനെയും ഹോഴ്സിനെയും പ്രൊജക്ട് ചെയ്യുമ്പോൾ രണ്ടും ഒരേ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താലാണോ അത് അവിടെ എത്തുക? കാര്യം രണ്ടിനും മാസ്, റാറ്റിനും ഹോഴ്സിനും രണ്ടും ഡിഫറെന്റ് മാസ് ആണ് അല്ലെ. അപ്പോ ഒരെണ്ണത്തിന് ഭാരം കൂടുതലും ഒരെണ്ണത്തിന് ഭാരം കുറവും. അപ്പൊ നമ്മൾ അയക്കേണ്ട വെലോസിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ടിനും ഡിഫറെന്റ് വേണോ? ഭാരം കൂടുതലുള്ളതിന് കൂടുതൽ വേണോ? ഭാരം കുറവുള്ളതിന് കുറച്ച് മതിയോ? എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാവുന്നതാണ്, ഒരു ബോഡിയെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? എസ്കേപ്പ് വെലോസിറ്റി ആണ് വേണ്ടത് അല്ലെ. എസ്കേപ്പ് ചെയ്താലേ, എസ്കേപ്പ് വെലോസിറ്റിയോടുകൂടി അയച്ചാലേ അത് എന്ത് ചെയ്യുള്ളൂ? ഔട്ടർ സ്പേസിലേക്ക് പോവുള്ളൂ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm ഡിവൈഡ്. അപ്പോ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഏതാ വരിക? റൂട്ട് ഓഫ് 2gm/r. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് എം മാസ് ഓഫ് എർത്ത് ആണ്. ഏത് പ്ലാനറ്റിൽ നിന്നാണോ അയക്കുന്നത് ആ പ്ലാനറ്റിന്റെ മാസ് ആണ്. ഇവിടെ മാസ് ഓഫ് ബോഡി ഉണ്ടോ? മാസ് ഓഫ് ബോഡി ഇല്ല. അപ്പൊ മാസ് ഓഫ് ബോഡിയുമായിട്ട് എസ്കേപ്പ് വെലോസിറ്റിക്ക് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ? ഇല്ല. അപ്പോ മാസ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫാക്ടർ അല്ല അല്ലെ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെയായിരിക്കും?
രണ്ടും എർത്തിൽ നിന്ന് തന്നെയാണ് അയക്കുന്നത്. എർത്തിന്റെ റേഡിയസ് രണ്ട്, ഹോഴ്സിനും ഫാറ്റിനും സെയിം ആണ്. മാസം എർത്തിന്റെ മാസം ഹോഴ്സിനും ഫാറ്റിനും സെയിം ആണ്. അപ്പൊ എന്തൊരു ജി ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെയായിരിക്കും? രണ്ടിനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ വെലോസിറ്റി, അയക്കേണ്ട വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ടിനും എങ്ങനെയാണ്? സെയിം ആണ് അല്ലെ? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഏതെങ്കിലും ആംഗിളുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടോ? അങ്ങനെയും ചോദിക്കാം. ഇവിടെ ആംഗിളുമായിട്ട് ഡിപ്പെൻഡൻസി ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? അപ്പൊ പ്രൊജക്ട് ചെയ്യേണ്ടത് ഏത് ആംഗിളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവരും? സാധാരണ പ്രൊജക്ട് ചെയ്താൽ മതി, ഏത് രീതിയിലാണെങ്കിലും. ഓക്കെ, അപ്പൊ എന്തുവരും? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാസ് ഓഫ് ദി ബോഡി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതായിരുന്നു നമ്മുടെ സെക്കൻഡ് വൺ. തേർഡ് വൺ, മൂൺ ഡസ് നോട്ട് ഹാവ് എനി അറ്റ്മോസ്ഫിയർ. വൈ? മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല. എന്തുകൊണ്ടാണ്? മൂൺ ഡസ് നോട്ട് ഹാവ് എനി അറ്റ്മോസ്ഫിയർ. മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത്. എർത്തിന്റെ കേസില്, എസ്കേപ്പ് വെലോസിറ്റിയുടെ കേസില് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. തെറ്റിപ്പോകരുത്, 11.2 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് സർഫസ്. മൂണിന്റെ കേസിലാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് മൂണിന്റെ കേസില്. ഇത് എർത്തിന്റെ കേസില്. ഓക്കെ, ഇനി RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. എർത്തിലും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, മൂണിലും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ RMS വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയുമായിട്ട്, RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന ഒരു അല്ലെ വെലോസിറ്റി. ഈ RMS വെലോസിറ്റി എന്ന് പറയുന്നത് എന്തുവരും? എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവായിട്ട് വരും. RMS വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ, എസ്കേപ്പ് വെലോസിറ്റി ഇവിടെ കൂടുതലാണല്ലോ, എർത്തിലെ എസ്കേപ്പ് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് RMS വെലോസിറ്റി അവിടെ എന്തായിരിക്കും? കുറവാണ്. അപ്പൊ RMS വെലോസിറ്റി എന്തുവരും? ഇവിടെ കുറവാണെങ്കിൽ ഇതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോ എർത്തിന്റെ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, ഒത്തിരി ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എസ്കേപ്പ് ചെയ്യാനുള്ള വെലോസിറ്റി കിട്ടിയാലല്ലേ അതിന് എന്ത് ചെയ്യുള്ളൂ? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യില്ല? RMS വെലോസിറ്റി ആ ഗ്യാസ് മോളിക്യൂൾസിന് അത്രയും കിട്ടണില്ല, എസ്കേപ്പ് വെലോസിറ്റിയുടെ അത്രയും വാല്യൂ കയറി വരണില്ല. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്യാസ് മോളിക്യൂൾസിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്ത് ചെയ്യും? എന്തുവരും? അത് നമ്മുടെ എർത്തിൽ തന്നെ നിന്നു. പക്ഷെ മൂണിന്റെ കേസില് എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവാണ്. അപ്പോ ഗ്യാസ് മോളിക്യൂൾസിന് RMS വെലോസിറ്റി എന്ത് ചെയ്യും? RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് പെട്ടെന്ന് ഈ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് എന്ത് ചെയ്യും? അത് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ എന്താണ്? കുറവാണ്. സോ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈസിലി അറ്റൈൻ. ഗ്യാസ് മോളിക്യൂൾസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ആ വെലോസിറ്റി അറ്റൈൻ ചെയ്തിട്ട് ചാടി എന്ത് ചെയ്യും? മൂണിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. ഓക്കെ, ഇനി എർത്തിന്റെ കേസ് ആണെങ്കിൽ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ വാല്യൂ കൂടുതലാണ്. അപ്പോ ഗ്യാസ് മോളിക്യൂൾസിന് ആ എസ്കേപ്പ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ തന്നെ കടന്നു പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്, മൂണിന് എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. ഓക്കെ, fourth question, a ball bounces more on the surface of the moon than on the earth. Explain. ഒരു ബോള് എർത്തില് ബൗൺസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഉയരത്തില് മൂണില് ബൗൺസ് ചെയ്യും. കാരണം എന്താണ്? ഓക്കെ, ഒരു ബോള് മൂണിൽ ബൗൺസ് ചെയ്യുന്ന ഹൈറ്റ് കൂടുതലും എർത്തിൽ ബൗൺസ് ചെയ്യുന്ന ഹൈറ്റ് കുറവുമാണെന്നാണ് പറയാ അല്ലെ? എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്, മൂണിൻ്റെത് G/6 ആണ്. ഓക്കെ, ഇത് എർത്തിന്റെ കേസില്, ഇത് മൂണിന്റെ കേസില്. അപ്പൊ നോക്കിയേ,
ഒരു ബോൾ നമ്മൾ എറിയുമ്പോൾ ആ ബോള് മേളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഗ്രാവിറ്റിയാണ് താഴേക്ക് പിടിച്ചു വലിക്കുക, അല്ലെ? അപ്പോ ഗ്രാവിറ്റി താഴേക്ക് പിടിച്ചു വലിക്കുന്നതുകൊണ്ട് അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ വെലോസിറ്റി പെട്ടെന്ന് കുറയും. അപ്പൊ അത് കൂടുതൽ ഹൈറ്റ് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കിയേ, മൂണിലാണെങ്കിൽ എന്തുവരും? മേളിലേക്ക് എറിയുന്ന ഒരു ബോഡിയുടെ ഗ്രാവിറ്റി എന്തുവരും? ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി G/6 ഉള്ളൂ. എർത്തിനേക്കാളും by6 ആണ്. അപ്പൊ എന്തുവരും? ഗ്രാവിറ്റി കുറവാണ്. അപ്പൊ അതെന്ത് ചെയ്യും? വെലോസിറ്റി പതുക്കെ കുറയുള്ളൂ. അപ്പൊ കൂടുതൽ ഹൈറ്റിന് അതിനെന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പറയാം, ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ് ഹൈറ്റിന് എന്തുവരും? ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. എർത്തില് ഒരു കുട്ടിക്ക് 2 മീറ്റർ ചാടാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി മൂണിൽ ചെല്ലുമ്പോൾ എത്ര മീറ്റർ ചാടാൻ പറ്റും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് G1x1 അല്ലെങ്കിൽ G1h1 ഈക്വൽ ടു G2h2 എന്നെടുക്കാം. ഇത് എർത്തിന്റെ ആയിട്ട് എടുക്കാം, ഇതെന്തായിട്ട് എടുക്കാം? മൂണിന്റെ കേസ് ആയിട്ട് എടുക്കാം. ഈ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, എർത്തില് h ഹൈറ്റ് ആണെങ്കിൽ മൂണിൽ എത്ര ഹൈറ്റ് ആവാം? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്വസ്റ്റ്യൻ. താങ്ക് യു.